ഒരു സിനിമയിൽ കലാഭവൻ ജയറാമനോട് പറയുന്നുണ്ട്, എന്നെ തല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും സാർ ആ നിയമപുസ്തകം കൈകൊണ്ടെടുത്തിട്ടുണ്ടല്ലോ, സന്തോഷം എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ വേറെ വല്ല കോൺഗ്രസ്സുകാരനായിരുന്നു ഇന്ത്യ ഭരിക്കുന്നെങ്കിൽ ഇതൊക്കെ എന്നെ താലിബാനെ പോലെ ആയാനെ. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് ഇവരൊക്കെ നിഴലിൽ നിൽക്കുന്നത്. ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തോടെ അല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നതും സമീപനം എടുക്കുന്നതും. ആ സമീപനം ആർക്കാ? ആ സമീപനമുള്ളത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സുകാരനുമാ. ഞങ്ങൾ എല്ലാവരുമായി സംവദിക്കുന്ന, രാവിലെ എഴുന്നേറ്റിട്ട് അവർ നിസ്കരിക്കുന്നതിന് ഞങ്ങൾ അംഗീകരിക്കും. അത് വേറെ, ഇത് വേറെ. ഇവിടെ രാഷ്ട്രീയ സഖ്യവ അസോസിയേറ്റഡ് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ഭരണഘടനയെ എതിർക്കുന്ന, രാജ്യവിരുദ്ധത കൊണ്ടുവരുന്ന, രാജ്യദ്രോഹം പ്രചരിപ്പിക്കുന്ന, ഒരു മതപരമായ രാജ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമി. അവരുമായിട്ടാണ് കോൺഗ്രസിന് ബന്ധം. ഞാൻ തീർക്കട്ടെ. ഒരു സിനിമയിൽ കലാഭവൻ ജയറാമനോട് പറയുന്നുണ്ട്, എന്നെ തല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും സാർ ആ നിയമപുസ്തകം കൈകൊണ്ടെടുത്തിട്ടുണ്ടല്ലോ, സന്തോഷം എന്ന് പറയുന്ന പോലെയാണ്. അല്ല, ഞാന് അതൊക്കെ ഇവരിപ്പൊ നിഴലിലാണല്ലോന്ന്. ഇവരിവിടെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട്, ഇപ്പൊ വേറെ വല്ല കോൺഗ്രസ്സുകാരനായിരുന്നു ഇന്ത്യ ഭരിക്കുന്നെങ്കിൽ ഇതൊക്കെ എന്നെ താലിബാനെ പോലെ ആയാനെ. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ട് ഇവരൊക്കെ നിഴലിൽ നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ എത്ര ബിജെപി നേതാക്കൾ ഈ ഭരണഘടന മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്കെടുത്താൽ മതി. അതിലെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് പോയത് വിഷയം മാറിപ്പോ, അതുകൊണ്ടാണ്.